ഈ വീഡിയോ കാണുന്നവരിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരും സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് സേവിങ്സ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ സ്വരൂപിട്ട് ഇതുവരെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവില്ല. അതായത് ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഫണ്ട് സേവ് ചെയ്യാനായിട്ട് തുടങ്ങിക്കോ. അപ്പൊ അതിനുള്ള ഒരു കറക്റ്റ് ഒരു പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പറഞ്ഞുതരാം. അപ്പം ഡിജിറ്റൽ ഗോൾഡിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപ തൊട്ടിട്ട് നിങ്ങൾക്ക് SIPs കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ RBI അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 100% ട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വെക്കുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് വിട്ടോളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഇവരുടെ ബാക്ക് എൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗോൾഡ് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതില് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ 150 രൂപയുടെ ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് വഴി നിങ്ങളുടെ ക്യാപിറ്റൽ ലോസ് വരാണ്ട് ക്യാപിറ്റൽ എനി ടൈം വിഡ്രോവൽ ചെയ്യാം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വീക്കിലി ആയിട്ടും മന്ത്ലി ആയിട്ടും നിങ്ങൾക്ക് മിനിമം 10% അല്ലെങ്കിൽ അതിനെപ്പോ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിൽ ഇതേപോലെ നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് ഈ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ട്രേഡിംഗ് അറിയണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യണമെന്നോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ കോപ്പി ട്രേഡിംഗിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ലൈഫ് ലോങ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എത്രത്തോളം നാൾ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നാൾ നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഡെയിലി ആയിട്ടും വീക്കിലി ആയിട്ടും മന്ത്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ഇതുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒട്ടു സമയങ്ങളുടെ നേരെ വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ത്രൂ നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് സ്പിൻ ചെയ്തുകൊണ്ട് 150 രൂപ വരെയുള്ള ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കയറുന്ന സമയത്ത് നേരെ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോവുക. പ്ലേ സ്റ്റോറിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് തമിഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് അടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങളുടെ നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കുക. നെയിം കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. മെയിൽ അഡ്രസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. പിന്നെ റഫൽ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. പിന്നെ അവിടെ താഴെ ഒരു സംഭവം കൂടെ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു OTP കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു MPIN ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു 4 അക്ക MPIN നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ക്രിയേറ്റ് ചെയ്ത MPIN നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ആവുക. എൻ്റർ ആവുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് 1 ടൈം സ്പിന്ന്, അതായത് ഇതിനകത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും കൊടുക്കുന്ന ഒരു സംഭവമാണ് 150 രൂപയുള്ള ഡിജിറ്റൽ ഗോൾഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ സംഭവത്തിൽ താഴോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ലക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്പിന്നിലൂടെ നിങ്ങൾക്ക് ഗോൾഡ് കാര്യങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 20 രൂപയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗോൾഡിന്റെ സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഈ ഒരു ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോഴേ സേവിങ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം. ഇതിൽ പിന്നെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഓപ്ഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേവ് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലോട്ട് വരിക. അതിലോട്ട് വന്നതിന് ശേഷം ഇവിടെ റുപ്പീസ് അതുപോലെ ഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എമൗണ്ട് അടിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം 10 രൂപ 100 രൂപ 500 രൂപ അങ്ങനെ എമൗണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 50 രൂപയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗോൾഡ് ആയിട്ടും സിൽവർ ആയിട്ടും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ 50 രൂപ എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. പേജിലോട്ട് വന്നതിന് ശേഷം ഇവിടെ പേ നൗ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൽ GST കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, വാല്യൂ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഗോൾഡ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ 22 കാരറ്റിന് എത്രയാണ് വരുന്നതെന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പേ നൗ കൊടുക്കുക.
പേന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ QR കോഡ് വരും. അപ്പോൾ ഈ ഒരു സംഭവം ഇവരുടെ പേയ്മെന്റ് ഗേറ്റ് വേ ഒക്കെ വരുന്ന സമയത്ത് മാറുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു % ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഏതാണോ പേയ്മെന്റ് അയക്കുന്നതിന് വേണ്ടിയുള്ള ആപ്പ്, ഗൂഗിൾ പേയോ അല്ലെങ്കിൽ സൂപ്പർ മണിയോ സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ QR കോഡ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ പേ ചെയ്യുക. പേ ചെയ്തിട്ട് അതിന്റെ ട്രാൻസാക്ഷൻ ID ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ID കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് വരിക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൈ ഗോൾഡ് സേവിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് തന്നെ കാണാൻ സാധിക്കും. 50 രൂപ ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഗോൾഡ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് 10 രൂപ തൊട്ടോ അല്ലെങ്കിൽ 20 രൂപ തൊട്ടോ നിങ്ങളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി സേവിംഗ് എന്ന് പറയുന്ന കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് SIPs കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇതിന്റെ ഗ്രൂപ്പ് ലിങ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് അവിടെ തന്നെ ചോദിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് ഗോൾഡ് സ്കീമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ സൈഡിൽ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ സേവിംഗ് സ്കീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 4 പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് സ്കീമിലോട്ടൊക്കെ ജോയിൻ ചെയ്യാം. സ്കീമിലോട്ട് ജോയിൻ ചെയ്ത് 2500 തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് 2500 പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ ഇവർ ഒരു 2500 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഗോൾഡ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ ഗോൾഡ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഗോൾഡ് റിങ്, അതുപോലെ സിൽവർ റിങ്, അങ്ങനെയുള്ള പല മോഡലായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലും കാണാത്ത രീതിയിലുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അതിൽ റഫറൽ കമ്മീഷൻ 5 ലെവലായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് റഫറലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു ടീം ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിലൂടെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ റഫറൽ ബോണസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യുവർ സേവിങ്സിൽ 0.0073 gram ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ റഫറൽ ബോണസിൽ 2.60 പൈസ എനിക്കിപ്പോൾ ഏകദേശം റഫറൽ ചെയ്തുകൊണ്ട്, ഒരാളെ റഫർ ചെയ്തു അവർ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിലും സിൽവറിലും നമുക്ക് ഒരേപോലെ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അതുപോലെ നമുക്ക് SIPs സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലാണ് സംഭവം വരുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെയും നിങ്ങൾ സേവിങ്സ് ആയിട്ടുള്ള രീതിയിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ചോദിക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.